ഇനി നമുക്ക് ലഡുവിൻ്റെ റെസിപ്പി ആയാലോ? വാ നമുക്ക് നോക്കാം. നമുക്ക് ഈ ഷോപ്പിലൊക്കെ കിട്ടുമല്ലോ ഗീ ലഡു, നല്ല നെയ്യിലൊക്കെ വന്നൊരു ലഡു, നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് എത്ര തിന്നാലും അതിനൊരു മടുപ്പ് ഫീൽ ചെയ്യില്ല. നിങ്ങൾ അതിൻ്റെ ഫാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. നമുക്ക് 4 ലഡു ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്കതുപോലെ ആവോ ഇല്ലയെന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ, നമ്മളതിന് ഫസ്റ്റായിട്ട് ഒരു കപ്പ് കടലപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അതിലായിട്ട് കുറച്ച് ഉപ്പ് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടീൻ്റെ പകരം കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ കളർ യൂസ് ചെയ്യാം. ഇതിനായി ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാട്ടോ അതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതുപോലെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. പൈപ്പിംഗ് കവർ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബോട്ടിൽസിൻ്റെ മൂടിയിൽ നമുക്ക് ഇതുപോലെ ഹോൾസ് ആക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ആ ലഡുവിൻ്റെ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിന് ചൂടാറിയതിന് ശേഷം കേട്ടോ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം, ഈ ചൂടോട് കൂടി ആക്കരുത്, ചൂടാറിയതിന് ശേഷം ഇത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് സിറപ്പ് വേണം. അതിനായിട്ട് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും അതിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിൽ ഏലക്കായും കൂടി ഇട്ടിട്ടൊന്ന് സിറപ്പാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി പൊടിച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ, അതൊന്നും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യമായിട്ട് ഗീ ആട്ടോ, ഇതുപോലെ ഗീയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഗീ ലഡു ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ഗീ എടുത്തത്. ഇനി നമുക്ക് ഇതുപോലെ ഓരോ ചെറിയ ബോൾസ് ആക്കാം. നിങ്ങൾക്ക് വലിയ ബോൾസ് ആക്കണമെങ്കിൽ വലിയ ബോൾസ് ആക്കാം. അങ്ങനെ തന്നെ നമ്മളിത് ബോൾസ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ എല്ലാതും ഇങ്ങനെ ബോൾസ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ ലഡു ഇവിടെ റെഡി ആയിട്ട് നമുക്ക് ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ആ ഗീ ലഡു നമ്മൾ ട്രൈ ചെയ്തു. നമുക്കിതവിടെ റെഡിയായി സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് വെച്ചിട്ട് കഴിക്കാനൊക്കെ പൂതി വരുമ്പോൾ വീട്ടിലുള്ള ഐറ്റംസ് മാത്രം മതി, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കും ഈ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഈ ഗീ ലഡു നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫേവററ്റ് ലഡു ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ പറയണേ. ഏത് ലഡു ആണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതെന്ന്. അപ്പോൾ ഓക്കെ, ബൈ.